പരിശുദ്ധ പരമദ്വ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, അവിടുത്തെ സന്നിധിയിൽ കുരിശിലെ അളവറ്റ സ്നേഹത്തെയും ക്ഷമയും ധ്യാനിച്ചുകൊണ്ട് നമ്മൊരു കുറച്ച് സമയം ചിലവഴിക്കാം. നമ്മെ മുറിവേൽപ്പിച്ചവരോടും നമ്മളാൽ മുറിവേറ്റവരോടുമുള്ള എല്ലാ ഭാരങ്ങളും, എല്ലാ അസ്വസ്ഥതകളും, എല്ലാ സങ്കടങ്ങളും ഈ നിമിഷം നമുക്ക് ഈശോയുടെ പാദങ്ങളിൽ സമർപ്പിക്കാം. കണ്ണുകളടച്ച് ഈശോയുടെ ക്ഷമിക്കുന്ന മുഖത്തേക്ക് നോക്കി നമുക്ക് നമ്മുടെ ഈ ആരാധന ആരംഭിക്കാം. ഇന്നേ ദിവസം നമ്മുടെ ആരാധനയുടെ മുഖ്യമായ പ്രമേയം ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 34-ാം വാക്യമാണ്. കുരിശിലെ ക്ഷമ നമ്മൾ സ്വീകരിക്കുകയും കൊടുക്കുകയും ചെയ്യുകയാണ്. അതിങ്ങനെയാണ്: പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർക്കറിയായകയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഈ വചനം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വേദനയുടെ നിമിഷത്തിൽ ഈശോയുടെ ഹൃദയത്തിൽ നിന്നും പ്രവഹിച്ച കരുണയുടെ ഉറവയാണ്. തൻ്റെ പീഡാനുഭവത്തിൻ്റെ അത്യുന്നതമായ വേദനയുടെ അതിൻ്റെ ഏറ്റവും വേദനാജനകമായ അവസ്ഥയിലായിരിക്കുമ്പോൾ ഈശോ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്: പിതാവ്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്കറിയില്ല, അതിനാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഇതാണ് കരുണയുടെ ഏറ്റവും ശക്തമായ ഉറവയെന്ന് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ആ കാൽവരിയിൽ നിന്നും ഒഴുകുന്ന ഈ കരുണയുടെ വലിയ നീർച്ചാലിനെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തെ സ്നേഹപൂർവ്വം കഴുകിയെടുക്കാം. ഈശോയുടെ വേദനയിൽ നിന്നും അവിടുന്ന് ക്ഷമിക്കുകയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ വേദനകൾ സഹിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ശപിക്കുകയാണ് ചെയ്യുക, മറ്റുള്ളവരെ കുറിച്ച് മോശം പറയുകയാണ് ചെയ്യുക. എന്നാൽ ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ ജീവിതത്തിൽ വേദനയുടെ പാരമ്യത്തിൽ നിൽക്കുമ്പോൾ അവനിൽ നിന്നും എന്താണ് ഉണ്ടാകേണ്ടതെന്ന് ക്രിസ്തു മാതൃക കാണിച്ചു തരികയാണ്. കരുണയുടെ വചനമാണ് ഉണ്ടാവേണ്ടത്. തൻ്റെ ശരീരത്തിലൂടെ ആണികൾ തുളച്ചു കയറുമ്പോഴും തൻ്റെ ചോര നിലത്തേക്ക് ഒഴുകുമ്പോഴും തന്നെ അപമാനിച്ചവരോട് ഈശോ പ്രതികാരം ചെയ്യാൻ ആവശ്യപ്പെട്ടില്ല, പകരം ക്ഷമയാചിക്കുകയാണ്. ഈ ലോകത്തിലെ ഒരു മനുഷ്യനും നൽകാൻ കഴിയാത്ത അത്ര ആഴത്തിലുള്ള സ്നേഹമാണ്. തന്നെ മുറിവേൽപ്പിക്കുന്നവരോട് പക തോന്നാതെ ക്ഷമിക്കാൻ ഈശോ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ സാധിക്കാത്ത ഒരേ ഒരു കാര്യം ഒരുപക്ഷെ ഇതായിരിക്കും: നമ്മെ മുറിവേൽപ്പിച്ചവരെ അവരോട് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ ഈശോ ആ പീഡാനുഭവങ്ങളുടെ പാരമ്യത്തിൽ നിന്നുകൊണ്ട് അവരോട് ക്ഷമിക്കുകയാണ്. അതിന് ഈശോ പറയുന്നൊരു ന്യായം, അവരുടെ അജ്ഞതയ്ക്കൊരു അംഗീകാരം കൊടുക്കുകയാണ്. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. അതാണ് ഈശോയുടെ വലിയ മനോഭാവം, ഈശോയുടെ വലിയ ചിന്ത അതാണ്. ഇവർ ചെയ്യുന്നത് എന്ത് എന്ന് ഇവർ അറിയുന്നില്ല, ആയതിനാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. പലപ്പോഴും നമ്മുടെ ദേഷ്യവും അഹങ്കാരവും വേദനയുമെല്ലാം നമ്മളെക്കൊണ്ട് വലിയ വലിയ തെറ്റുകൾ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവർ ചെയ്യുന്നതിൻ്റെ പൂർണ്ണമായ ഭവിഷ്യത്ത് അവരറിയുന്നില്ല. അതാണ് ഈശോ പറയുന്നത്. ആയതിനാൽ അവരോട് ക്ഷമിക്കാനായിട്ടാണ് ഈശോ ആവശ്യപ്പെടുക. ഈശോ നമ്മുടെ ബലഹീനതകളെ അറിയുന്നത് കൊണ്ടാണ് നിരുപാധികമായി ക്ഷമിക്കാൻ അവിടുന്ന് തയ്യാറായത്. അതുപോലെ തന്നെ നമ്മെ വേദനിപ്പിക്കുന്നവരോട് നിരുപാധികം ക്ഷമിക്കാൻ ഈശോ നമ്മോട് ആവശ്യപ്പെടുകയാണ്. കാരണം അവർ ചെയ്യുന്നത് എന്താണ് എന്ന് അവർ അറിയുന്നില്ല എന്നുള്ളത്.
എന്തിനു വേണ്ടിയാണ് ഈശോ നമുക്ക് വേണ്ടി ക്ഷമ ചോദിച്ചതെന്നറിയാമോ? ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്? ഈ ക്ഷമയുടെ അനുഭവം നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് ഒഴുകാൻ വേണ്ടിയാണ്. നമ്മൾ ക്ഷമിക്കുമ്പോഴാണ് ഈശോയുടെ കുരിശിലെ വിജയം പൂർത്തിയാവുക. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എപ്പോഴും സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാ വിദ്വേഷത്തിനും, പകയ്ക്കും, നീരസത്തിനും ഈ സമയം നമുക്ക് ഈശോയുടെ മുമ്പിലേക്ക് ക്ഷമയുടെ ആ തീയിലേക്ക് എറിഞ്ഞു കൊടുക്കാം. നമ്മൾ ക്ഷമിക്കുമ്പോൾ സത്യത്തിൽ ആ വ്യക്തിയുമായുള്ള ബന്ധത്തെക്കാൾ ഉപരിയായിട്ട് ഈശോയുമായുള്ള നമ്മുടെ ബന്ധത്തിനാണ് സൗഖ്യമുണ്ടാവുക. നമ്മുടെ ഹൃദയത്തിന് സൗഖ്യമുണ്ടാവും. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കാത്ത മുഖങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ നമ്മളോട് ക്ഷമിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന മുഖങ്ങളെ ഈശോയുടെ മുമ്പിൽ നമുക്ക് കൊണ്ടുവരാം. ഈശോയെ, എനിക്ക് ക്ഷമിക്കാൻ കൃപ നൽകണമേ എന്ന് ആവർത്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ക്ഷമയുടെയും അനുരഞ്ജനത്തിൻ്റെയും ആത്മാവിനായി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ വേദനിപ്പിച്ചവരോടും അധിക്ഷേപിച്ചവരോടും മനസ്സ് തോന്നി ക്ഷമിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അവരുടെ തെറ്റുകൾക്ക് പകരം അവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്ഷമയുടെ കൃപ ലഭിക്കാതെ പകയും വിദ്വേഷവും മനസ്സിൽ കയറി ജീവിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയാൽ അവരുടെ ഹൃദയത്തെ സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ ഈശോയെ, കുരിശിൽ അങ്ങയുടെ ക്ഷമയുടെ മാതൃക ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതിന് കാരണമായി തീരട്ടെ. ഈ ആരാധനയെ ഞങ്ങൾ അനുഭവിച്ച ക്ഷമയുടെയും സമാധാനത്തിൻ്റെയും ആത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. ഇന്നു മുതൽ ഞങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയോടും ക്ഷമയോടും സ്നേഹത്തോടെയും കൂടെ പെരുമാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെ ഞങ്ങൾ ആവർത്തിച്ചൊല്ലുന്ന പ്രാർത്ഥന ഞങ്ങളും ഇപ്പോൾ ചൊല്ലുന്നു. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.